എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസം ആരംഭിക്കാം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രാർത്ഥനാവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എല്ലാവരും നിങ്ങൾ പ്രാർത്ഥന പരീക്ഷ കുഞ്ഞുങ്ങളൊക്കെ തിരിച്ച് ഈ പ്രാർത്ഥനാ പാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അഞ്ചര പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ബോർഡ് എക്സാമിൻ്റെ എസ്എൽസിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ കുഞ്ഞുങ്ങളുണ്ടാകണം. അങ്ങനെ എങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥന അവർക്ക് ഏൽപ്പിക്കുകയും അപ്പം നിങ്ങൾ അവരുടെ നിരക്ക് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. വിശ്വാസപ്രമാണോ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. സ്വർഗ്ഗസ്ഥനായ പിതാവ് ഒക്കെ പ്രാർത്ഥിച്ചാലും മതി, അറിയാൻ പാടില്ലെങ്കിൽ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. കർത്താവെ, നിന്റെ ആത്മാവിനാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്രധാന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ. ശിശു ജ്ഞാനത്തെയും പ്രായത്തെയും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയെയും വളർന്നുവെന്ന് അങ്ങേക്ക് എഴുതിയിരിക്കുന്നവരെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കള് ജ്ഞാനത്തിൽ വളരാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. പഠിക്കാൻ ഉത്സാഹവർക്ക് നൽകണമേ. പഠിക്കുന്ന മനസ്സ് പതിഞ്ഞു നിൽക്കണമേ. മനസ്സ് പതിഞ്ഞു നിൽക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കാൻ ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും കർത്താവിൻ്റെ ശബ്ദത്തിലേക്ക് ഒഴുകുകയും ചെയ്യട്ടെ. കർത്താവ് രോഗബാധിതരെ, മാനസിക അസ്വസ്ഥങ്ങളുള്ളവരെ, ഡിപ്രഷനായിട്ടുള്ള രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവരമേ തളിക്കപ്പെടട്ടെ. കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കുന്നവർ, കുടുംബത്തിൽ കന്നുകാലികൾക്കും വളർത്തുമൃഗങ്ങൾക്കും വളർത്തു ജന്തുക്കൾക്കും രോഗപീഠകളുള്ള കാരണം കുടുംബ വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നവരുടെ മേൽ അവിടെ വീടിൻ്റെ 4 അതിരുകളുടെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഈശ്വരനാമത്തിൽ ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ ശക്തിയാൽ നിങ്ങളുടെ പീഡകളെ, ബാലപീഡകളെയും അതുപോലെ രോഗികളുടെയും അതുപോലെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളുടെയും രോഗപീഠകളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്ഥിരമായും മുഴകളും പല്ലുവേദനയും വിട്ടുമാറാത്ത തലവേദനയും ഉറക്കക്കുറവുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. കർത്താവ് ചെറിയ കഴുത്തൊഴുക ചെയ്തുവിട്ട് കർത്താവ് പണ്ടത്തെ പോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈശോയെ.
കാലം മാറിയതോ അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചേഞ്ച് ചെയ്തോ അതോ ഒന്നും അറിയാത്ത പാവപ്പെട്ടവർ, അവരുടെ പഴയ ചെറിയ ചെറിയ വരുമാന മാർഗം കൊണ്ട് ജീവിച്ചു പോകുന്നവർ വല്ലാണ്ട് ചവിട്ടി തള്ളപ്പെടുന്നുണ്ട് കർത്താവേ. അവരൊക്കെ അങ്ങ് മാത്രമേ ഉള്ളൂ, ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല, അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ പോലും ആരുമില്ല കർത്താവേ. അവരുടെ അങ്ങനെയുള്ള എല്ലാ മക്കളും നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയി നിന്നില്ലെങ്കിൽ സമയത്ത് ഭക്ഷണമെങ്കിലും കിട്ടിയേനോന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് കർത്താവ്. അവരെയും ഞാൻ ഈ സമയത്ത് അങ്ങയുടെ തിരുസഭ പ്രഭാതത്തിൽ കൊണ്ടുവരുന്നു കർത്താവ്. ഈ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്തിട്ട് കർത്താവ് പലതരത്തിലുള്ള വിഷയമാണ് 1 ദിവസത്തിൻ്റെ 1-4 ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവ് എല്ലാത്തരം പീഡനങ്ങളിൽ ഇരിക്കുന്നവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കടലാസ് സംബന്ധമായ വിഷയങ്ങൾ, രേഖ, പ്രമാണം, പറ്റുചീട്ട്, ഉടമ്പടി, കരാറ്, അതിങ്ങനെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റ് വൈസ് കർത്താവ് പത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം കർത്താവ് നീ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. നീ തന്നെ കർത്താവ് അതെല്ലാം ഒപ്പ് കിട്ടാത്തവർക്ക് ഒപ്പ് കൊടുക്കാനും, ഭാഗവെപ്പ് നടക്കാതെ ഭാഗവെപ്പ് നടക്കാനും, കരാറിൽ ലംഘിക്കാൻ പോകുന്ന അവസ്ഥയിൽ വാടക തീരാൻ പോകുന്ന അവസ്ഥയിൽ കർത്താവ് അത് പുതുക്കി കിട്ടാനും, വിസ പുതുക്കി കിട്ടാനും, ഇങ്ങനെ പേപ്പർ വർക്കിലൂടെ നടക്കാൻ വേണ്ട വരുന്ന കാര്യങ്ങൾ കർത്താവ്. സർട്ടിഫിക്കറ്റ് വിത്തുകളുണ്ടായി പോയവരുണ്ട് ഈശോയെ, സർട്ടിഫിക്കറ്റ് കൈ കിട്ടാത്തവരുണ്ട് ഈശോയെ, അവിടെ സെൻഡായി പക്ഷേ കൈ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശടയാളത്തിൽ നിൻ്റെ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് കാണുന്ന വചനഭാഗം ഈ ഉടമ്പടിയുടെ ഉൾക്കാഴ്ചകൾ, അതായത് നമ്മൾക്ക് ദൈവവചനത്തിൻ്റെ വിവിധ മാനങ്ങൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ശരിക്കും ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ സ്വന്തമായൊരു ധ്യാനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ചില സമയത്ത് കർത്താവിൻ്റെ വചനം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി എടുക്കും. പബ്ലിക്കിനോട് ഇങ്ങനെ പറയാനല്ല, സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി. രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സ്വകാര്യ ആവശ്യത്തിൽ ഒരാൾ മനുഷ്യൻ്റെ സ്പിരിച്വലായിട്ടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്യാനോ വിശ്വാസം വിശ്ലേഷിക്കാനോ ഒക്കെ നമുക്ക് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വചനം ഉപയോഗിക്കാം. ഇപ്പം എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞില്ല വചനമില്ല, അതെന്നെ ശരിക്കും സ്വകാര്യമായിട്ട് ഞാൻ പലപ്പോഴും ഞാനത് ധ്യാനത്തിന് ഉപയോഗിച്ചുള്ളതാണ്. ഉൽപ്പത്തി 17:1 അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പം അതൊരു എന്താ സംഭവിച്ചില്ല, അതിനകത്ത് ഞാൻ പറഞ്ഞത് വചനത്തിൻ്റെ വിവിധ മാനങ്ങളില്ലേ, അതിനൊരു ഭാവി കാലങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവികാല സൂചകങ്ങൾ അതിൻ്റെ ഉണ്ടെന്നാണ് ഞാൻ സ്വകാര്യമായിട്ട് ധ്യാനിച്ചത്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുറ്റമറ്റവനാകാനുള്ള സാധ്യതയുണ്ട് പുള്ളിയെ. എബ്രഹാം കുറ്റം എബ്രഹാത്തിന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എബ്രഹാം ചെയ്ത കുറ്റം എന്താണ് ശരിക്കും പറഞ്ഞത്? ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഈ എബ്രഹാത്തിന് കർത്താവ് പറഞ്ഞ വാഗ്ദാനമില്ലേ, ഇപ്പം കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉള്ള ഗുണം കാലവിളംബം വരുത്തുക ഇല്ലെന്നല്ലേ കർത്താവിൻ്റെ വെളിപാടിലുള്ളത്. അപ്പോൾ ഒരു ലാഗ് ചെയ്യണത്, അതായത് ആവശ്യമില്ലാതെ വിഷയം നീണ്ടുപോണത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല. അതായത് ലുക്ക 18:7 വചനമുണ്ട്, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അപ്പൊ കാലവിളംബം വരുത്തുക. അപ്പൊ ഈ എബ്രഹാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവനാണ്. 18:7 ലൂക്കായിൽ പറയുന്നതിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്കെന്നുണ്ട്. അപ്പോൾ എബ്രഹാം തിരഞ്ഞെടുക്കപ്പെട്ടവനാണല്ലോ. പിന്നെ എന്താ, രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആളാണ്. രാവും പകലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുഞ്ഞില്ലാത്ത ഒരു വിഷയമല്ലേ ദൈവം. അപ്പോൾ അത് രാവും പകലും ആ വിഷയത്തിന് പ്രാർത്ഥനയ്ക്ക് ഉള്ള വിഷയമാണത്. പക്ഷേ നമ്മൾ ഒരു മനുഷ്യൻ്റെ ആയുസ് വെച്ച് കണക്കാക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ലാഗ് ചെയ്ത് പോണത് കാണാം. അതിന് കാരണം ചിലപ്പോൾ സമയത്ത് ഈ ഹാഗറിൻ്റെ വർത്തമാനം ചിലപ്പോൾ എബ്രഹാം കേട്ടതായിരിക്കും. ഹാഗറിൻ്റെ വർത്തമാനം വെച്ച് കഴിഞ്ഞാൽ
ലോത്ത് ഇവരുടെ കൂടെ ഉണ്ടല്ലോ, ഇവരുടെ റിലേറ്റീവ് ആണല്ലോ ലോത്ത്. ഇവർ ഡിയാസ്പൊറയിൽ അന്യദേശത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ ലോത്താണ് കൂടെയുള്ളത്. പക്ഷെ ലോത്തിൻ്റെ സ്വഭാവം അത്ര ഒരു വെടിപ്പല്ല. അതൊക്കെ ബൈബിളിൽ ലോത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയിലൊക്കെ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ എബ്രഹാം എങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ ഈ സാറായനെ വേണമെങ്കിൽ ലോകത്ത് വിഷം കൊടുത്ത് വന്നുകളെ. ആ ടൈപ്പ് അങ്ങനെ ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല. കാര്യം അയാൾ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ കാണുന്നത് സാധാരണ മനുഷ്യൻ ചെയ്യാത്തതാണ്. അപ്പോൾ നമുക്ക് ലോകത്തിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. കാര്യം ഒന്നാമത്തിൽ അട്ടിപ്പിടി, അക്രമം, കൊലപാതകത്തിനൊക്കെ പേരുകെട്ട ഗുണ്ടകൾ ലോകത്തിൻ്റെ കൂടെ ഉള്ളതാണ്. അവർ എബ്രഹാത്തിൻ്റെ ആൾക്കാരുമായിട്ട് പോലും അടിയുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ലോകത്തിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അത്ര ഒരു സുഖമുള്ള അന്തരീക്ഷമല്ല കുടുംബത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായിക്ക് പ്രതിരോധം വന്നു. സാധാ പറഞ്ഞു എങ്ങനെയെങ്കിലും 10 പിള്ളേരുണ്ടായി അത്രയും നല്ലത്, അങ്ങനെയെങ്കിൽ ഹാഗറിനെ പ്രാപിക്കാൻ പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവദൃസന്നിധിയിലുള്ളതല്ല. എബ്രാഹാം അത് കേട്ട് അപ്പോൾ എന്താ, എബ്രാഹാം ആരുടെ മുമ്പിലായി? സാറയുടെ മുമ്പിലായി. ദൈവം എന്താ പറഞ്ഞിരിക്കണത്? എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റകുറ്റനായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം ഈ വചനം എന്ന് പറയുമ്പോൾ, വചനം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അത് അതിനെക്കുറിച്ച് ധ്യാനിക്കും. വചനം ആശ്രയിച്ച് അത് അതിനകത്തെല്ലാം വാഗ്ദാനങ്ങളുള്ളത് കൊണ്ട് ആ വിഷയത്തിന് കാലവിളംബമില്ലാതെ ദൈവം നിറവേറ്റും. പക്ഷെ നമ്മൾ വചനത്തെ ഡിബേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെയും മനുഷ്യൻ്റെ വചനത്തെയും ഒക്കെ ഒരു പ്രാധാന്യം കൊടുക്കും. ഇപ്പം സാറയുടെ വചനമല്ലേ എബ്രഹാം ആദ്യം കേട്ടത്. അങ്ങനെയല്ലേ ഹാഗറിനെ പ്രാപിക്കാനോ ഇസ്മായിൽ ജനിക്കാനോ ഒക്കെ കാര്യമുണ്ടായത്. ഇപ്പം സാറയുടെ വചനം മനുഷ്യൻ്റെ വചനമാണ് ശരിക്കും പറഞ്ഞത്, അത് ദൈവത്തിൻ്റെ വചനമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലല്ല അയാൾ നിന്നത്, സാറയുടെ മുമ്പിലും ആ വചനം കേൾക്കും. ആരുടെ വചനം കേൾക്കുന്നു അയാളുടെ മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ദൈവവചനത്തെക്കാൾ മനുഷ്യവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ കാലവിളംബം എടുക്കും. കാലവിളംബം പ്രഖ്യാപിതമായിട്ട് ദൈവത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമല്ല അത് നടക്കുക. അതിന് 18:7 പറയണത് അങ്ങനെ ഇല്ല, കാലവിളംബം നടത്തത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കാലവിളംബം ഉണ്ടാക്കണതാ, അനുഗ്രഹം താമസിപ്പിക്കുന്നത് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണെന്ന് ചുരുക്കം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ധ്യാനിച്ചിട്ട് പരമാവധി ദൈവദൃശ്യന് ഉടമ്പടിയിലൊക്കെ നിൽക്കുന്നവരും ദൈവദൃശ്യന് നിൽക്കുന്നവർ, ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി നിൽക്കുന്നവർ, പിന്നെ ദൈവവചനങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കുറ്റമറ്റവരായിട്ട് പോകാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഈ ഭൂമിയിലെന്ന് പറയണത്, ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ ഒരു തട്ടകമാണല്ലോ ഈ ഭൂമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കപ്പലും മറിഞ്ഞ് കിടക്കണില്ലല്ലേ, അതിൻ്റെ 10 കണ്ടെയ്നർ കടൽ ഒഴുകി നടക്കുകയാണ്. ഒരു ദുരന്തമാണ്. ദൈവം അനുഗ്രഹിച്ച് ആളപായമൊന്നും ഇല്ലാത്തതിന് ദൈവത്തിന് നന്ദി. മഴ തുടങ്ങിയിട്ടുണ്ട്, ദുരന്തക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ. അപ്പം ഇങ്ങനെ ദുരന്തങ്ങൾ ഇവിടെ സുഖവും സന്തോഷവും ഉള്ള പോലെ തന്നെ ദുരന്തങ്ങളും അതിൻ്റെ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഇതിങ്ങനെ ഓരോ കാലത്ത്, ഇപ്പം നമ്മൾ ഓരോരോ കാലങ്ങളിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ക്യാപിറ്റൽ ട്രാജഡി, കലാമിറ്റി, ഒരു CC എന്ന് പറയാവുന്ന ക്യാപിറ്റൽ കലാമിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അറിയാതെ മരിച്ചു പോണതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്നെ പൂർണ്ണമായി അറിയാനുള്ള എന്റെ ആഗ്രഹത്തെയും എന്റെ അവകാശത്തെയും നീ ആത്മജ്ഞാനം നൽകിക്കൊണ്ട് അഭിഷേകം നൽകണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി. ദൈവപിതാവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവശികൊണ്ട് യേശുവേ ആരാധന 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 യേശുവേ ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാ പറയണത് വെച്ചാൽ നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ് പറയണത്. മനസ്സിലായ? ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ്. എന്താ കാര്യം? ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയും അതിൻ്റെ വളർച്ചയും. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ ആസ്പദം വെക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും എന്താണ്, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാകും. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ നടക്കുന്ന ഒരാളാണ്. ചിന്തിച്ചും ആലോചിച്ചും പറഞ്ഞും അമ്മയോട് സംസാരിച്ചും ഒക്കെ ഞാൻ എപ്പോഴും അമ്മയോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും പരിശുദ്ധ തോന്നിയിരിക്കുന്നത് ഈ ക്രിസ്തു രഹസ്യങ്ങളുടെ ഒരു കുറേ താക്കോൽ അമ്മയുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. ക്രിസ്തു രഹസ്യങ്ങളുടെ മറിയത്തെ ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് ഒരു കൂട്ടം താക്കോൽ പിടിച്ച് നിൽക്കുന്ന ഒരു ലേഡിയുടെ രൂപമാണ്. എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ പറ്റിയ ദൈവം കൊടുത്ത കുറേ താക്കോലുകളുണ്ട് മറിയത്തിൻ്റെ കയ്യിൽ. മറിയമാണ് ഇതിനൊക്കെ എല്ലാം ബെസ്റ്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേണ്ട സമയത്ത് അതെനിക്കിപ്പോൾ കിട്ടിയതായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് കിട്ടിയാണ്. വേണ്ട സമയത്ത് ഹെബ്രായർ 4:16 വായിച്ച്. ഹെബ്രായർ 4:16 അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പോൾ ഈ വേണ്ട സമയത്ത് ഉതകാൻ വേണ്ടി ഇപ്പം കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ലെന്ന് പറയത്തില്ലേ? ചില ആൾക്കാരെ കുറിച്ചുള്ള കമൻ്റ് അതാണ്. ആൾ കൊള്ളാം, ആൾ കഴിവുള്ളവനാണ്, പക്ഷേ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതാ മനുഷ്യരാശിൻ്റെ നമുക്ക് എല്ലാവരുമൊക്കെ ഉണ്ടാകും, നമുക്കും ആസ്തിബദ്ധതയൊക്കെ ഉണ്ടാകും, പക്ഷേ വേണ്ട സമയത്ത് നമുക്ക് ഉതകത്തില്ല. ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വേണ്ട സമയത്ത് എല്ലാവരും ഉണ്ട്, പക്ഷേ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ പറയണത് അകലത്തെ ബന്ധുവിനേക്കാൾ നല്ലതാണ് അയലത്തെ ശത്രു. അത് വേണ്ട സമയത്ത് ഉതകണ അവനായിരിക്കും, ബന്ധുവൊക്കെ ആയിരിക്കും, പക്ഷേ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് എന്ന് പറയണത് ആണ് ഉതകണമെങ്കിൽ വേണ്ട സമയത്ത് തന്നെ ഉതകണം. അത് കഴിഞ്ഞിട്ട് ഉതകിയിട്ട് കാര്യമില്ല. ഇപ്പം ഒരു ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞേ, എൻ്റെ അച്ഛാ ഇതിനിപ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഒക്കെ വളരെ വില കുറവാണ് ഈ മരുന്നിന്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഈ രോഗം വന്നപ്പോഴേ ഈ മരുന്ന് ജർമ്മനിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ വരുത്തിച്ചിട്ട് ബോംബെയിൽ എത്തിയായിരുന്നു. അപ്പോൾ അമ്മ മരിച്ചു പോയെന്ന്. വേണ്ട സമയത്ത് ആ മരുന്നുണ്ട്, അവരെത്തിച്ചതാണ്. ഇന്ന് ഈ ചന്തയിൽ ഇങ്ങനെ ഏത് വിളച്ചെന്ന് ചോദിച്ചാലും കിട്ടണ മരുന്ന് ഒരു കാലത്ത് അന്ന് അയാൾ കരയണാണ്, സങ്കടപ്പെട്ട് പറഞ്ഞാണ് ഈ മരുന്ന് ഇന്നത്തെ പോലെ അവസാനം ഉണ്ടായെങ്കിൽ എൻ്റെ അമ്മ ഇന്നും ഉണ്ടായനാണ്. എൻ്റെ കാര്യത്തിൽ വേണ്ട സമയത്ത് അത് ഉതകില്ലെന്ന് അയാൾ പറയണത്. അപ്പോൾ എന്തുകൊണ്ട് ഇല്ല എന്നല്ല പ്രശ്നം, വേണ്ട സമയത്ത് ഉതകുകയാണ്. അപ്പോഴീ വേണ്ട സമയത്ത് നമുക്ക് ഉതകാൻ വേണ്ടിയാണ് ദൈവം എന്താണ് ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത്. വീട്ടില്ലേ? ക്രിസ്തുവിനെ അയച്ചതിൻ്റെ ഒരു ലക്ഷ്യം എന്താ? വേണ്ട സമയത്ത് നമുക്ക് ഉതകുക, വേണ്ട സമയത്ത് വേണ്ട കാര്യത്തിന് ഉതകുക. അതുകൊണ്ട് എന്താ പറയണത്, അതിന് നമുക്ക് കുറേ സാധനങ്ങൾ വേണം. ഒന്ന്, വേണ്ട സമയത്ത് ഉതകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് കുറേ കാര്യം റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അതാണ് വേണ്ട സമയത്ത് കരുണ കിട്ടണം. കരുണയെന്ന് പറഞ്ഞാൽ എന്താണ്? മേഴ്സി എന്ന് വെച്ചാൽ ഗ്രേസാണ് കരുണ. ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രേസ് ഒരു ഫ്രീ ഗിഫ്റ്റാണ്. ക്രിസ്തുവിൽ ഒരു ആളെ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം അലോട്ട് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ പവർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. നമ്മൾ കൃപാവരം എന്നൊക്കെ പറയുമെങ്കിലും കൃപാവരത്തിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ദൈവം ഉദ്ദേശിക്കണത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. ബാക്കിയെല്ലാം ഇത് ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. ഈ ഗ്രേസിൻ്റെ വരപ്രസാദത്തിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്.
കാര്യം പാപമാണ് ഈ രൂപത്തിലാക്കി ക്രിസ്തുവിനെ പോലും ആക്കി കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. ഇപ്പോൾ ഒരു പാപകരമായ ജീവിതവും ക്രിസ്തുവിലുള്ള ജീവിതവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരണം. എന്തുമാത്രം ഉടമ്പടി പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. പറഞ്ഞേ, എന്തുമാത്രം നമ്മൾ ഉടമ്പടിയിൽ പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധി വളരാനുള്ള ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്. എന്താണ് കാര്യം? നമ്മൾ വിശുദ്ധിയിൽ വളരണം. അപ്പോൾ ആ പദ്ധതിയോടുള്ള സഹകരണമാണ് ഈ ഉടമ്പടി. അമ്മ എന്താ ചെയ്യണത്? ഈ വേണ്ട സമയത്ത് പറഞ്ഞ് നമുക്ക് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ വേണ്ട സമയത്ത് ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ വേണ്ടി ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. അല്ല, ഇതാണ് എന്നോട് ഇപ്പം പറഞ്ഞത്. ഇങ്ങോട്ട് കയറാൻ നേരത്ത് പറഞ്ഞത് ഇതാണ്. ഈ കൃപാവരത്തിൻ്റെ ഈ ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വേണ്ട സമയത്ത് അവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപാവരം ലഭിക്കാൻ വേണ്ടി കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിനെ ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. അതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. മനസ്സിലായില്ലേ? ആദ്യം ആദ്യത്തെ സമീപനമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരു മെൻറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ മെൻറ്റർ ആരാണ്? മറിയമാണ് ശരിക്കും. ഇപ്പം ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞ വചനമുണ്ടല്ലോ, എന്താണ്? ഹെബ്രായർ 1:1 വായിച്ചു. ഒന്നുകൂടി വായിച്ചേ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പം ഇത് നമ്മൾ അതായത് ഈ വികസനത്തിൻ്റെ അവസാന വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ നമ്മുടെ AK ആന്റണി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ കുറച്ച് വികസനങ്ങളുടെ പദ്ധതികൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പം ഇവിടെ എന്ത് വികസനം കൊണ്ടുവന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവർ ചവിട്ടിത്താത്തുകയും പൊടി പിടിക്കുകയും അത് നശിപ്പിക്കുകയും കേരളത്തിനെ പിന്നോട്ടടിക്കുകയും ചെയ്യും. ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരുന്നു പണ്ട്. അതായത് നാടിൻ്റെ പൊതുപുരോഗതിക്കാണെന്ന് പറഞ്ഞാലും ശരി, ഒരു ഭരണകക്ഷി ഒരു പദ്ധതി കൊണ്ടുവന്ന് കഴിയുമ്പോൾ മറ്റവന്മാർ ചവിട്ടിത്താത്തും. അങ്ങനെ ചവിട്ടിത്താത്തി അവസാനം ആൻ്റണി മുടിഞ്ഞ് ഇനി നടക്കത്തില്ലെന്ന് കണ്ട. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യം, ഇനി സമയം കിട്ടുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാണ് ഇത് വികസനത്തിൻ്റെ അവസാനത്തെ വണ്ടിയാണെന്ന്. ഞാൻ മനോരമയുടെ മെയിൻ ഹെഡിങ് ആയിരുന്നു ഇത് വികസനത്തിൻ്റെ അവസാന വണ്ടി. എൻ്റെ മനസ്സിൽ വെച്ചാൽ ഈ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്, ഇത് രക്ഷയുടെ അവസാന വണ്ടിയാണ്. അത് നമ്മൾ ആര് പറഞ്ഞാണ്? പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന എന്ന് വായിച്ച് വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ അവസാന വണ്ടി രക്ഷയുടെ അവസാന വണ്ടിയാണ്. എത്രയോ കാലങ്ങളായിട്ട് ദൈവം പ്രവാചകന്മാരെയും മതസ്ഥാപകരെയും എന്തുമാത്രം മതസ്ഥാപകരുണ്ടായി, എത്രയോ മതസ്ഥാപകരെ ദൈവം വിട്ടു, എന്തുമാത്രം പ്രവാചകന്മാരെ വിട്ടു. ഇനി മനുഷ്യ കഥാനുഗായികളുണ്ട്. മതം സ്ഥാപിച്ചില്ലെങ്കിൽ പോലും അവരുടെ സോക്രട്ടീസിനെ പോലെയുള്ള അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെ മനുഷ്യവംശത്തെ സത്യത്തിൻ്റെ പാതയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ അവസാന കാലങ്ങളിലെ എന്താണ് തൻ്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് മനുഷ്യൻ്റെ രക്ഷയുടെ അവസാനത്തെ ആളാണ്. ഈ മനുഷ്യരക്ഷയുടെ അവസാനത്തെ ആളാണെന്ന് നമ്മളോട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ്? അമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇത് രക്ഷയുടെ അവസാനത്തെ ആളാണ്.
ഇത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മറിയമാണ്. ഇതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ക്രിസ്ത്യൻ മെൻറ്റർ, അതായത് ഒരു ക്രിസ്ത്യൻ ഒരു വിശ്വാസ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്ന ഫസ്റ്റ് മെൻറ്റർ എന്ന് പറയുന്നത് മറിയമാണ്. ഈ മറിയത്തിൻ്റെ വായിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ഫോർമുല വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ഇടപെടുത്തുന്നതിന് എന്താണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. യോഹന്നാൻ പറയും ദിസ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യോഹന്നാൻ കാണിച്ചെന്ന ചൂണ്ടിക്കാണിക്കണം ചെയ്തത്. മറിയം ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്തത്. മറിയം പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട ആളല്ല ഇത്. പിന്നെന്താണ്? ഇത് ജീവിതത്തിലോട്ട് ക്ഷണിച്ചു വരുത്തേണ്ട ആളാണ്. ഈ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിക്കേണ്ട ആളാണ്. ഈ ആൾ നമ്മുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്തിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഇവനിലാണ്. അതെ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. എല്ലാ വാഗ്ദാനങ്ങളും 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതായത് അവസാന വണ്ടിയാണ്. അവസാന വണ്ടി എന്ന് പറയുമ്പോൾ കാലിക്കടിച്ച് വന്നിരിക്കണതല്ല. എല്ലാത്തിനും സമാധാനം പറഞ്ഞിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ആൻസറായിട്ടാണ് എൻ്റെ ഉള്ളത്. മനുഷ്യരാശി ഉഴലുന്ന ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ആൻസറാണ്. അതാണ് ജീസസ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത് ചില സ്റ്റിക്കർ കണ്ടിട്ടില്ലേ, ജീസസ് ഇസ് ദ ആൻസർ. ജീസസ് ഇസ് ദ ആൻസർ ഫോർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. ഭൗതികവും ആത്മീയവുമായ മനുഷ്യൻ്റെ എല്ലാവിധ ആശങ്കകളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. അതുകൊണ്ടാണ് 2 Corinthians 1:20 പറയണത് ക്രിസ്തു പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പൊ ഈ ലോകത്തിന് പറ്റിയതും വരാനിരിക്കുന്ന ലോകത്തിനുള്ള ദൈവം എന്നെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് വാഗ്ദാനത്തിലാണ്. ഇത് വാഗ്ദാനം മുഴുവനുമായിട്ടാണ് ക്രിസ്തുവിലെ ദൈവം ക്രോഡീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനം പ്രാപിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ ലളിതമായൊരു ഫോർമുലയാണ് പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തുവിനെ നിനക്ക് സ്വീകരിക്കണമോ? നീ ഒരു ഫ്രഷ് ഹാൻഡാണ്. നീ ആദ്യമാണ് ക്രിസ്തുവിനെ കേൾക്കുകയാണ്. ഡു യു വാണ്ട് ടു റിസീവ് ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടോ? എങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നീ അവിടെ പോയി ഏതെങ്കിലും വെള്ളത്തിലോ കടലിലോ പോയി മുങ്ങേണ്ട കാര്യമില്ല. പിന്നെ എന്താ കാരണത്? നീ ഇത്രയേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യുക. വചനത്തിലുള്ള ന്യായസ്ഥാനമാണ്. വചനത്തിലെ ഇതൊരു ന്യായസ്ഥാനമാണ് ശരിക്കും. പക്ഷേ ആർക്കും ചെയ്യാം. ഒരു സഭയുടെ ഭാഗമാകാതെ തന്നെ നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റും. എന്താ കാര്യം? ഫ്രഷ് ഹാൻഡ്സിൻ്റെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു ചാൻസാണ്, ഒരു ഒക്കേഷനാണ്, ഒരു ഓഫറാണ്. ഇതൊരു പുതിയ കാലത്തിൻ്റെ പുതിയ ഓഫറാണ്. എന്താണ്? നിനക്ക് നിന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കണം എങ്കിൽ അതിന് എളുപ്പമാർഗം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഈ ഉടമ്പടിയുടെ ഉൾക്കാമ്പെന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ കാര്യം? മറിയം കണ്ടെടുത്ത ക്രിസ്തുവിനെ, ഹെബ്രായർ 4:16 ക്രിസ്തുവിനെയും നമ്മൾക്ക് അക്സസറി ആക്കി തരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട്, കാര്യം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഒരു ദുർവഹമായ ചുമടായി മാറ്റരുതെന്ന് ക്രിസ്തുവിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ ദുർവഹമായ ചുമടുകൾ മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നു, എന്നിട്ട് നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വന്നവരെ നിങ്ങളെ തടയുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഒരു ദുർവഹമായ ചുമടില്ല എൻ്റെ അകത്ത്. സിമ്പിളാണ്. എന്താ കാര്യം? അവൻ പറയണത് പോലെ ചെയ്യുക. പ്രാർത്ഥിക്കുക. കർത്താവായ സകല വാഗ്ദാനങ്ങളും ഒന്നായി
ക്രിസ്തുവായി മാറിയ ദൈവത്തിന്റെ പദ്ധതി ഉൾക്കൊള്ളാൻ ക്രിസ്തുവിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കുവാൻ ദൈവമാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇത് സങ്കീർണമായി തോന്നിയായിരിക്കും. പക്ഷെ സങ്കീർണമായി തോന്നേണ്ട കാര്യമില്ല. ഞാൻ വളരെ ലളിതമായിട്ടാണ് സംസാരിച്ചത്. ഈ വിഷയം ഭയങ്കര ടോപ്പായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഇതാണ്. അവൻ പറയണ പോലെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്, റിസീവ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. യേശുവിനെ സ്വീകരിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക. അതിനെന്ത് ചെയ്യണം? അവൻ പറഞ്ഞതുപോലെ ചെയ്യും. ഇത്രേ ഞാൻ പറഞ്ഞതുള്ളൂ. ഓക്കെ അല്ലേ? ഈ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കുറച്ച് സാക്ഷ്യം ഉണ്ടായിരുന്നു. വളരെ നിഷ്കളങ്കമായ സാക്ഷ്യം. ഞാൻ സാധാരണ കുട്ടികളുടെ സാക്ഷി എടുക്കാറില്ല. കാര്യം അവരെ പലപ്പോഴും മുതിർന്നവരെ പോലെയും ഉടമ്പടിയുടെ മെക്കാനിസമൊക്കെ മനസ്സിലാക്കിയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നവരല്ല. അവർ തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ പഴയ പ്രാർത്ഥനയുടെ ആ ഒരു മേഖലയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ അവൻ പറയണ പോലെ ചെയ്ത് ആ ഫോർമുല ഉപയോഗിച്ച് ടൈം ഷോർട്ടനിങ് നടത്തുക, ലൈറ്റ് വെയിറ്റിംഗ് ഉണ്ടാക്കുക, നോട്ട് ബൈ മിനിറ്റ് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചിന്തിച്ച് ആലോചിച്ചല്ല ഇവർ ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. ഒരു സാധാരണ കാഷ്വലായിട്ട് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ 18 വയസ്സുകാരും. അപ്പോൾ അവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുക്കത്തില്ല. അപ്പോൾ ഇപ്പോഴേ ഈ പരീക്ഷക്കാലമായതുകൊണ്ടാണ് ഈ ടൈമിൽ കുറച്ച് പരീക്ഷ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം എന്ന് പറയണത് ഒരു 10-18 പിള്ളേർ ഒരുമിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞൊരു ദിവസം. ഒരേ പ്രായത്തിലുള്ള അവർ BSc നേഴ്സിംഗ് സ്റ്റുഡൻസാണ്. BSc നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ആന്ധ്രയിൽ നേഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ സാക്ഷ്യം അവതരിപ്പിക്കുന്ന രീതികൾ നിങ്ങൾ കണ്ടു കാണാം. ആ സാക്ഷ്യം കേട്ടത് കൈപൊക്കിക്ക് ഉണ്ട്. സൂപ്പർ, താങ്ക് യു. നല്ല ശതമാനം ആൾക്കാർ സാക്ഷ്യം കേൾക്കുക. ആ സാക്ഷ്യത്തിൻ്റെ ഘടകങ്ങൾ നോക്കണം എന്നുള്ളതായിരിക്കും. ഇപ്പോൾ സാക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ആന്ധ്രയിലെ കുട്ടികൾ അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ അവരുടെ പരാതി നോട്ട് ബൈ മെറിറ്റ് പറയണതാണ്. അവരുടെ മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെറിറ്റില്ല. എന്താ കാര്യം? ഒന്ന്, അവരെല്ലാവരും ആവറേജ് സ്റ്റുഡൻസാണ്. അതാണ് അവരുടെ മെറിറ്റ്. യോഗ്യതയില്ല, കരകയറാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നുണ്ട് ഞങ്ങളെല്ലാം ആവറേജ് സ്റ്റുഡൻസാണ്. രണ്ടാമത്തത് അവരുടെ ഒരു ഡീമെറിറ്റ്. അതാണ്ട് ഡീമെറിറ്റ്സിൻ്റെ വരുന്ന കീഴിലാണ്. കാര്യം നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഡീമെറിറ്റ് പരിശോധിക്കണം. അയോഗ്യത എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ് അയോഗ്യത? എന്താണ്? ആവറേജ് സ്റ്റുഡൻസാണ്. രണ്ടാമത്തെ അവരുടെ അയോഗ്യത, അവരെ ഒരു ഇതുപോലെ അവരുടെ കൂട്ടത്തിൽ സീനിയറായിട്ടുള്ള കുറച്ച് ഇൻ്റലക്റ്റായിട്ടുള്ള കുറച്ച് നേഴ്സുമാരുണ്ടായിരുന്നു, ചേച്ചിമാർ. അപ്പോൾ ഇവരുടെ ഗതികേട് കാരണം ആ ചേച്ചിമാർ വൈകുന്നേരങ്ങളിൽ സമയം കിട്ടുമ്പോഴേക്കും ഇവർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു, എക്സ്ട്രാ ട്യൂഷൻ എടുക്കുമായിരുന്നു നേഴ്സിങ്ങിനെ. ഇവരെ കരകയറ്റി കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു രക്ഷപ്പെടുക.
കാര്യം ഭയങ്കര ലോണൊക്കെ എടുത്ത് പോയിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അതിനിടയ്ക്ക് റിസ്ക്കാണ്. ഇവർക്ക് പഠിക്കാനുള്ള ആ ഒരു കൊതി കൊണ്ട് നീന്തി കയറാൻ വേണ്ടിയുള്ള ഒരു എല്ലാ നിവൃത്തിയില്ല, ജീവിക്കാൻ പറ്റത്തില്ല. പപ്പായും മമ്മിയും കുറച്ചും വയസ്സാകും. കുടുംബത്തെ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലും പോയി രക്ഷപ്പെടണം. അതുകൊണ്ട് പഠിക്കാതിരിക്കാനും പറ്റത്തില്ല, പഠിക്കാനുള്ള കഴിവുമില്ല, അതിനുള്ള കാശുമില്ല. അപ്പോൾ അങ്ങനെ വന്ന് എങ്കിലും ഇവർ ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുത്ത്, പക്ഷെ അത് അവർക്ക് തികഞ്ഞില്ല. സാമ്പത്തികമായിട്ട് അവർക്ക് ഡീമെറിറ്റുണ്ട്, തികഞ്ഞില്ല. അതുകൊണ്ട് അവസാനം അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫീസിൻ്റെ സമയമായല്ലോ, പൈസ വല്ലതും വേണ്ടി വരുമോ എന്ന്. അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഹെൽപ്പിംഗ്. അതാണ് ദൈവം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും. ഇവർക്ക് പരീക്ഷ ഫീസ് അടക്കാൻ കാശില്ല, പക്ഷെ അവർ ചോദിക്കാതെ തന്നെ മറ്റുള്ളവർ ഇവരോട് പറയുകയാണ്. അപ്പോൾ അതൊരു ഡീമെറിറ്റ്സാണ് ഇതിൻ്റെ അകത്ത്. പണം പഠിക്കാനുള്ള പൈസ ഇല്ലാതെ വരുന്നത്. രണ്ടാമത്തെ എന്താണ്, മാർക്കില്ല. മൂന്നാമത്തത് ഇവരുടെ ഡീമെറിറ്റ്സ് എന്ന് പറയണത്, ഇവരൊരു മെൻറ്ററിനെ പോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സീനിയേഴ്സുണ്ട്. സീനിയേഴ്സിൻ്റെ ഡ്യൂട്ടി ടൈം മാറിപ്പോയി. ഇവർ ഫ്രീ ആകുമ്പോൾ അവർ ഫ്രീ ആകത്തില്ല, അവർക്ക് ഡ്യൂട്ടി ആവും. അത് പരീക്ഷയുടെ സമയം വന്നപ്പോഴാണ് ഇങ്ങനെ വന്ന ഒരു പ്രശ്നം വന്നത്. യുദ്ധം നടക്കാൻ പോകുമ്പോഴാണ് കുതിരപ്പടയാളികളെ കാണാതിരിക്കണമെന്ന അവസ്ഥയാണ്. യുദ്ധം നടക്കാൻ പോകുമ്പോഴാണ് കാണാത്തത്. ഇപ്പോൾ ഈ പരീക്ഷ തുടങ്ങണ ഒരു 2 ആഴ്ച ആയപ്പോൾ തന്നെ ഡ്യൂട്ടി ടൈമെല്ലാം ചേഞ്ച് ചെയ്തു പോയി. ഇവരെ തമ്മിൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. 3 ഡീമെറിറ്റ്സ് വന്നു. ഇപ്പോൾ ഈ 3 ഡീമെറിറ്റ്സ്, ഒന്ന് സാമ്പത്തികമാണ്, രണ്ടാമത്തത് അവരുടെ ആവറേജ്, മൂന്നാമത്തത് അവരെ പഠിപ്പിച്ച ആളിൻ്റെ ഡ്യൂട്ടി മാറി, എല്ലാം ഒന്നിനൊന്ന് താഴേക്ക് തട്ടി താഴേക്ക് പോണ അവസ്ഥയാണ്. ഈ ഡീമെറിറ്റ്സിലാണ് ഇവർ ഉടമ്പടി ചെയ്യണത് മാതാവുമായിട്ട്. എന്നിട്ട് മാതാവിനോട് പറയാം, അമ്മേ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, കര കയറിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം തീർന്ന്, കര കയറാനുള്ള അമ്പിറിവില്ല, അപ്പം അമ്മ മാത്രമേ അഭയമുള്ളൂ. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവർക്കിങ്ങനെ ഇത് പഠിപ്പിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്, അവർക്ക് പല ചാപ്റ്റേഴ്സും മനസ്സിലാകാത്തത് കൊണ്ട് ഇവർ പരീക്ഷയുടെ ദിവസം രാത്രിയായപ്പോൾ പഠിത്തം നിർത്തിയവർ. കാര്യം ഇനി മുന്നോട്ട് നീന്തിയാൽ കയറത്തില്ലെന്ന് പറയും. അപ്പോൾ നീന്തി പോകുമ്പോൾ നമ്മൾ തളരത്തില്ലേ. അപ്പോൾ ചില ആൾക്കാർ വല്ലവരും രക്ഷിക്കണമെങ്കിൽ കൈ പൊക്കാൻ വേണ്ടി കൈ പൊക്കി കാണിച്ചിട്ട് ചിലപ്പോൾ ചിലർ രക്ഷിക്കും, ചിലരെങ്കിൽ മുങ്ങിപ്പോവും. അങ്ങനെയാണ്. അതുപോലെ ഇവർക്ക് പഠിക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അപ്പോൾ ഇവരെന്നാ ചെയ്ത്, ഹോസ്റ്റലിൽ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടി ഇത് കരഞ്ഞ് അവരുടെ ജീവിത പ്രശ്നം കേൾക്കണമേ. അപ്പം അവരുടെ ജീവിത പ്രശ്നം അവരുടെ പ്രശ്നമാണ് ശരിക്കും, അത് അവർക്ക് വലിയ പ്രശ്നമാണത്. അമ്മ പറഞ്ഞു, അമ്മ അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല, ഞങ്ങൾ ഇങ്ങനെ സിങ്കായിക്കൊണ്ടിരിക്കുകയാണ്, ഈ പരീക്ഷ അമ്മ എഴുതണം, ഞങ്ങൾ അമ്മ തോറ്റ പോലെ ഞങ്ങൾ കണക്കാക്കുമെന്ന്. പ്രാർത്ഥനയൊക്കെ ഭയങ്കര രസമാണ്, ഇവരുടെയൊക്കെ പ്രാർത്ഥന രസമാണ് കേൾക്കാൻ. അതായത് ഈ പരീക്ഷ അമ്മ എഴുതണം, ഞങ്ങൾ അമ്മ തോറ്റ പോലെ കണക്കാക്കും. അപ്പം അമ്മ തോക്കരുത്. അപ്പം പട്ടാങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ, അവസാനം പട്ടാങ്ങിയാണ്. ആ പ്രായക്കാരുടെ ഒരു പ്രാർത്ഥനയല്ലേ, നിവർത്തിയില്ല വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകും. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു എളിമയുണ്ട്, ഒരു വിനയമുണ്ട്. ദൈവതിരുസന്നിധിയിൽ കൊണ്ടുവന്ന് വാൾ വെച്ച് കീഴടങ്ങുകയാണ്. എന്താണ്, ഞങ്ങൾ തോറ്റാൽ അമ്മ തോറ്റപ്പോയാവും, ഞങ്ങൾക്ക് വേറെ അമ്മയല്ലാതെ വേറെ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ അതുകൊണ്ടാണ് ഈ യോഹന്നാൻ 5:7 ഒരാളില്ലേ, ആ തളർവായ രോഗിയായിട്ട് കിടക്കുന്ന ഒരാളില്ലേ, അയാളോട് കർത്താവ് 38 വർഷമായിട്ട് കിടക്കുന്ന അയാളോട് കർത്താവ് ചോദിക്കണത് എന്താണെന്നറിയാം, അതിൻ്റെ അവലംബങ്ങളെക്കുറിച്ചാണ് ചോദിക്കണത്. നിനക്ക് ആരുണ്ടെന്നാണ് ചോദിക്കണത്. അങ്ങനെ നേരെ ചോദിക്കണില്ല, അതിന് പകരം എന്താ ചെയ്യണത്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കണം. അപ്പോൾ അയാൾ പറയും, ആഗ്രഹം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം, ആഗ്രഹം കൊണ്ടൊന്നും വർക്ക് ചെയ്യത്തില്ല, ആളില്ലെന്ന് പറയും. അത് അയാളുള്ള കാര്യം ഒന്ന് വായിച്ചത് യോഹന്നാൻ 5:6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ്
യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ എന്താ വിഷയം എന്ന് പറഞ്ഞത്, ഇയാള് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി എന്താണ്? ഈ 38 വർഷവും ഞാൻ എൻ്റെ രീതി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പരിശ്രമം പറയുന്നുണ്ട് അയാൾ അതിൻ്റെ അകത്ത്. ഈ 38 വർഷവും ഞാനിങ്ങനെ വെള്ളമിളകുമ്പോൾ എന്നെ ആരെങ്കിലോടൊക്കെ ഞാൻ കയ്യും കാലും പിടിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറയും. അവരങ്ങനെ എന്നെ കുളത്തിലേക്ക് ഇറക്കും. പക്ഷേ ആ കുളത്തിൽ മാലാഖ ഇറക്കി വെള്ളം ഇളകണ സമയത്താണ് സുഖപ്പെടുന്നത്. പലരും സുഖപ്പെടും, പക്ഷേ ഇയാൾ സുഖപ്പെടത്തില്ല. അങ്ങനെ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇയാളെ സഹായിക്കാവുന്നവരൊക്കെ സഹായിച്ച് തീർന്ന്. ഇനി ആരും സഹായിക്കാനില്ല. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ നോക്കില്ല, അവൻ ഇരണം കെട്ടവനാണ്, പ്രാക്കപ്പെട്ടവൻ. അവനെ കൊണ്ടുപോയത് ബാക്കിയുള്ളവർ കൂടി സുഖപ്പെടുത്തണമെന്ന് ഇയാളെ തള്ളിക്കളഞ്ഞ് ഇയാളിങ്ങനെ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അതയാളെ പറയുന്നുണ്ട്, ഞാൻ 38 കൊല്ലമായിട്ട് പരിശ്രമമാണ്, ഓരോ കര കയറാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പോൾ നിങ്ങളൊക്കെ പറയത്തില്ലേ, കെട്ടി വന്ന കാലം പോലെ കര കയറാൻ വേണ്ടി, കുടുംബത്തെ കരകയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണെന്ന് പറയും. അതിൻ്റെ സംഭവം കെട്ടി വന്ന കാലം മുതൽ ഈ കുടുംബത്തിനെ കരകയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. പക്ഷേ എന്താ പ്രശ്നം, നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും നമുക്ക് ആങ്ങളെയുണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ടൊക്കെ വിചാരിച്ചാലും ചിലക്ക് ഇവരൊക്കെ പിടിച്ചാൽ നമ്മളെ പൊങ്ങത്തില്ല. അതാണ്. അപ്പോൾ അവരൊക്കെ വന്ന് ശ്രമിച്ച് പോയി. പക്ഷേ ഇയാൾക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇയാളുള്ള കാര്യം ഡിക്ലെയർ ചെയ്യുക. ഡിക്ലറേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിങ്ങനെ നാക്ക് കൊണ്ട് പറയണതല്ല. ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ നമ്മൾ പറയണം. ഈ അവസ്ഥ നമ്മൾ പറയുമ്പോഴും നമ്മൾ വേറെ രഹസ്യ അവലംബങ്ങളുണ്ടാകും നമുക്ക്. ഇവിടെയാണ് പ്രാർത്ഥന ബ്ലോക്കാകുന്നത്. നമ്മൾ അവസ്ഥ പറയും, എന്നാലും പറയും സാരമില്ല, 5 സെൻറ്റ് സ്ഥലം അപ്പുറത്ത് കിടപ്പുണ്ട്, ഭാഗവടപ്പടി അപ്പം ചെയ്യുമ്പോൾ കിട്ടും, അനിയത്തിനെ കെട്ടിച്ച് വിട്ടാൽ അപ്പം ഭാഗവടപ്പടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രഹസ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പറയും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഡിക്ലെയർ ചെയ്യാം, പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും അവലംബം വെച്ചിട്ടുണ്ടെന്ന് നോക്കണം. ഇയാൾക്ക് ഒരു അവലംബം, 0 ഡിപ്പെൻഡൻസിയാണ് ഇയാൾക്കുള്ളത്. 0 ഡിപ്പെൻഡൻസി വെച്ചാൽ ഇയാൾക്ക് അങ്ങനെയൊന്നും ഇല്ല. FD ഇല്ല, പിന്നെ ആരും തരാനില്ല, ആരോടും ചോദിക്കാനും ഇല്ല. എല്ലാവരും ചോദിച്ച് ഇയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച് മടുത്ത ആൾക്കാരെ ആ നാട്ടിലുള്ളൂ. പക്ഷേ ഇയാൾ എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ഡിക്ലെയർ ചെയ്യും. എന്താ പറയണത്, വെള്ളമിളകുമ്പോൾ എൻ്റെ ഗതികേടാണ്, വല്ലാത്ത ഗതികേടാണ് എനിക്ക്. എന്താണ്, വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഈ ആരുമില്ല എന്നുള്ള സംഭവം എനിക്ക് തോന്നുന്നത് എന്തുമാത്രം നേരത്തെ അതൊരു അവയർനെസ്സാണത്. നമ്മൾ ആരും ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ പറയും എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള ചിന്തയാണ് നമുക്ക് മനസ്സിലുള്ളത്. പക്ഷെ കാലാന്തരത്തിലെ അനുഭവം കൊണ്ട് മാത്രമേ നമ്മൾ ഈ അവയർനെസ് ഉണ്ടാകത്തുള്ളൂ. എന്താണ്, സത്യം പറഞ്ഞാൽ മനുഷ്യന് ആരുമില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണം, എല്ലാവരും ഉള്ളപ്പോഴും ആരുമില്ലെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വരണം. എന്നുവെച്ചാൽ ഒരു കടുത്തൊരു വിഷയം വന്നാൽ നിങ്ങളുടെ കൂടെ 3-ാം ദിവസം 2-ാം ദിവസമൊക്കെ വീട്ടിൽ ഉറക്കം നിൽക്കാൻ, ആശുപത്രി നിൽക്കാൻ ആളുണ്ടാവും. 3-ാം ദിവസം ആളും ഉണ്ടാകത്തില്ല. ഈ നമ്മൾ ആദ്യത്തെ ഒരു സംഭവമാണ് ഈ പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 1-ാം ദിവസവും 2-ാം ദിവസവും നിങ്ങളവർക്കും നിങ്ങളുടെ മക്കളുണ്ടാകുന്നു. മക്കളില്ല, മക്കളെ വെച്ചാൽ അവർ ആദ്യമൊക്കെ നിൽക്കും, പിന്നെ അവർ മനസ്സിൽ വിചാരിക്കും തള്ളയിടങ്ങും ചത്ത നമ്മൾ സമാധാനത്തിൽ ഇത് പഠിക്കാൻ വരുന്നെന്ന്. അങ്ങനെ തമസ്സറയല്ല. ജീവിതത്തിൻ്റെ കറക്റ്റ് ഹൈഡ്രാ ഫേസ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇവരെല്ലാം രഹസ്യമായിട്ട് മനസ്സിൽ വിചാരിക്കും മക്കളാണ് സ്വന്തം. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുത്ത് വളർത്തിയ മക്കളായാലും ശരി, അവരെ നിങ്ങൾ ഇങ്ങനെ അവരെ ജനിച്ച കാലം പോലും നിങ്ങൾ അവിടുത്തെ കഷ്ടപ്പാടെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് എന്തിനാ കാര്യം, നിങ്ങൾ വീണ് പോയാൽ ഒരു താങ്ങ് കിട്ടാൻ വേണ്ടി അവർ നിങ്ങളെ ഒരുക്കുകയാണ്. ഇത് നിങ്ങൾ പറയേണ്ടതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് പറയേണ്ടതെന്ന് ഞാൻ പറയത്തില്ല.
നിങ്ങളിങ്ങനെ തച്ചനിരുന്നുകൊണ്ട് ഊണ് കഴിക്കാൻ നേരത്ത്, അരി തിരിയാൻ നേരത്ത്, ആദ്യ കാലം കെട്ടി വന്ന കാലം മുതൽ നിങ്ങളെ വീട്ടിൽ കയറ്റാഞ്ഞത്, നിങ്ങൾ പായും തറയിലും എടുത്തുകൊണ്ട് അപ്പുറത്ത് പോയി കിടന്ന കാര്യം, ബന്ധുക്കളുടെ വീട്ടിൽ ഭർത്താവ് വെള്ളം അടിച്ച് വന്നിട്ട് നാത്തിൻ്റെ വീട്ടിൽ പോയി താമസക്കാർ അവിടെ ഉറക്കം വരുന്ന കാര്യം, ഇങ്ങനെയൊക്കെ കഥകളൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഈ കടമാൻ പോത്തിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നല്ലാതെ ഒരു കഥയുമില്ല. അപ്പം നിങ്ങൾ ഇവരോട് ഇതൊക്കെ കഥകൾ പറയണതിൻ്റെ കാര്യം, എന്തെങ്കിലും ഇത്രയും ഞാൻ അനുഭവിച്ചു നിന്നെയൊക്കെ പോറ്റി വളർത്താൻ വേണ്ടി, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒരു താങ്ങുണ്ടാകണമെന്നാണ്. അപ്പം നീ ഡിപ്പെൻഡ് ചെയ്യണത്. നിങ്ങൾ പറയുകയോ പറയാതിരിക്കുകയോ നിങ്ങൾ ചെയ്യുക, എന്ത് ചെയ്യുക, പക്ഷേ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇയാൾ നമ്മളെ രക്ഷപ്പെടുത്തുമോ എന്നുള്ള ചിന്തയിലേക്ക് വരരുത്. അത് മനസ്സിൽ പോലും ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് ഈ ഡാമേജ് ഡിപ്പെൻഡൻസി സ്വീകാര്യമല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നുവെച്ചാൽ ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്, നിങ്ങൾ പകുതി ദൈവത്തിലും പകുതി പണത്തിലും FDയിലും പറമ്പിലും പൊന്നിലും വെക്കും, ഇല്ലേ? അതാണ് ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടായാലും ഇപ്പം ചില ആൾക്കാരുടെ മാലയൊക്കെ പൊട്ടിച്ച് പോകുമ്പോൾ അവർ അയ്യോ ചേച്ചി അങ്ങനെ സംഭവിച്ചു, പ്രാർത്ഥിക്കാമോ സാധാരണ പറയാമെന്ന് പറയുമ്പോഴും ഞാൻ ഉള്ളിച്ചിരിക്കും, നല്ല കാര്യം പോയത് പൊട്ടണം. എന്താ കാര്യം വെച്ചാൽ ഈ സാധനം ഇട്ടുകൊണ്ട് ഇവിടെ വരേണ്ട വല്ല കാര്യമുണ്ട് അവർക്ക് ഈ ബഹളത്തിൻ്റെ ഇടയിൽ മാലയൊക്കെ ഇട്ടുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ട് അവർക്ക്. അപ്പോൾ ഇവർ ഈ നാട്ടുകാരെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാനും വേണ്ടി വീട്ടിലിരുന്നാലും വീട്ടുകാരെ അടിച്ചു മാറുന്ന കാരണമാണ് കടത്തിയിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നല്ല സംഭവം. ഇത് നമുക്ക് ദൈവത്തിൻ്റെ ഉറപ്പ്, ദൈവം നമുക്കുള്ളതുപോലുള്ള ഉറപ്പ്, ഒരു പക്ഷേ അതിനേക്കാൾ വലിയ ഉറപ്പ് ഈ നിങ്ങളുടെ കയ്യിലുള്ള ഈ ആസ്തിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ഒരു അപകടമാണ് ആധ്യാത്മിക മേഖലയിൽ. അതുകൊണ്ടാണ് ഈ സീറോ ഡിപ്പെൻഡൻസിയിലാണ് ഈ ഔഷധപിതാവിനും മാതാവിനും ദൈവം ട്രെയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നില്ലേ? അവരെ പ്രസവിക്കണ സമയമായപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും ഇവർ ഡിപ്പെൻഡ് ചെയ്യരുത്. തൊഴുത്തില്ലെങ്കിൽ തൊഴുത്തിൽ ദൈവത്തിനെ മാത്രം ആശ്രയിക്കണം. ഇത് അതെ എന്താണ് ഈ ഡിപ്പെൻഡൻസി, ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്നുവെച്ചാൽ ചുതികൾ വന്നിട്ടുള്ള ആശ്രയങ്ങൾ, അവലംബങ്ങൾ. മർക്കോസ് 12:30. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതിനകത്ത് വരുന്ന വിഷയം, ദൈവത്തിൻ്റെ നിലപാടിൽ പൂർണ്ണമായ സ്നേഹം മാത്രമേ സ്വീകാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ സ്നേഹിക്കും, അതേ അളവിൽ മക്കളെയും പറമ്പും പൊന്നും ഒക്കെ നിങ്ങളെ ആശ്രയം വെക്കുകയാണെങ്കിൽ ഡാമേജ് ഡിപ്പെൻഡൻസി ഉണ്ടാകും. ഇയാളെ 38 കൊല്ലത്തിൽ ഈ 38 കൊല്ലം ഇവിടെ കിടത്തി, ഈ കൊല്ലം പറയണ എന്താ കാര്യം? ഇയാൾക്ക് ആരോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ മനുഷ്യന്മാരെ ആശ്രയിച്ച് അനുഗ്രഹം ലാഗ് ചെയ്തെടുത്തതാണ്. എത്രയോ പേര് ഇയാളെ സഹായിക്കാൻ വേണ്ടി ആ വെള്ളത്തിൽ ചുവന്നുകൊണ്ട് ഇറക്കിയതാണെന്ന് അറിയാമോ? ഈ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് ഇയാൾ സുഖപ്പെട്ടില്ല. ദൈവത്തിന് വേണമെങ്കിൽ സുഖപ്പെടുത്താമായിരുന്നു. ഇവൾ ഡിപ്പെൻഡൻസി വന്ന പ്രശ്നമാണിത്. എനിക്ക് നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, പറമ്പുകാരുണ്ട്, വീട്ടുകാരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഓരോ മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 38 കൊല്ലം എടുത്തത്. അല്ലെങ്കിൽ യേശു വരുന്ന മുമ്പ് തന്നെ ആരെങ്കിലും പിടിച്ച് വെള്ളത്തിൽ മുക്കി വെച്ചെങ്കിൽ ഇയാൾ സുഖപ്പെട്ടേനെ. ഇയാൾ സുഖപ്പെടാത്തതിൻ്റെ കാരണം ദൈവത്തെക്കാൾ പ്രാധാന്യം ഇയാൾ ബന്ധുക്കൾക്ക്, സ്വന്തപ്പെട്ടവർക്കും, മക്കൾക്കും എല്ലാം കൊടുത്തിട്ട് ഡിപ്പെൻഡൻസി വെച്ച്. ദൈവത്തിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡിപ്പെൻഡൻസി സ്വീകാര്യമല്ല. അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇത് നിസ്സാരമല്ല, ശരിക്കും പറഞ്ഞാൽ സീരിയമാണ്. അത് ഈശോ വന്ന കാലത്ത് ഈശോ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത്. ഈ ഒരു കൽപ്പന എന്താണ്? എന്നേക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞു. അത്രയും ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പള്ളിയച്ചന്മാർ ഇതൊന്നും പറയത്തില്ല. എന്താ കാര്യം? ക്രിസ്തുവിനെ കൊടുക്കുകയല്ല പലരുടെ ഉദ്ദേശം. അവരുടെ ആ വചനത്തിനുള്ള പറ്റുന്നൊരു അതായത് കട്ടൻ്റെയുടെ ക്രിസ്തുവിനെ കൊടുക്കാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ ആ പ്രസംഗം കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് ഇളക്കങ്ങളൊക്കെ ആൾക്കാരുണ്ടാക്കാവുന്നല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ സീറോ ഗ്രോത്ത് ആയിരിക്കും വരാൻ പോണത്. നിങ്ങൾ ക്രിസ്തുവിനെയാണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസി ഇതെല്ലാം മാറ്റിയിട്ട്, അത് ഈ മനുഷ്യൻ അവസാനം പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ച അയാൾ അനുഭവം കൊണ്ട് പഠിച്ച കാര്യമാണ് പറയണത്. 5:6 എന്താ പറയണത്? വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ഇനി ആരുമില്ല എന്നുള്ളതാണ്. ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചെയ്ത് പരിശ്രമിച്ച് പരാജയപ്പെട്ട് പോയി.
പിന്തിരിഞ്ഞു പോയി. പരിശ്രമിച്ച് ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞു പോയി ആൾക്കാരല്ല. ഇനി ആരും ഇല്ലെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരു സീറോയിൽ അയാളെ കൊണ്ടുവരുമ്പോൾ അയാളത് ഡിക്ലെയർ ചെയ്യും. ഈ പെൺപിള്ളേരുടെ ഗുണം ഇതാണ്, അവർ ഡിക്ലെയർ ചെയ്ത് എന്താണ് പറയുന്നത്? അവർ പറഞ്ഞത് അതായത് അവർ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ സത്യം പറഞ്ഞ അമ്മയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ഡിക്ലെയർ ചെയ്യും. ഡിക്ലെയർ ചെയ്യുക. അതായത് നമ്മൾ അമ്മയുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, യുദാസൻ്റെ പുണ്യാണ് എടുത്ത് നൊവേനം നേർന്നിട്ടുണ്ട്. അയ്യോ എന്തുമാത്രം മനുഷ്യരാണെന്നറിയാമോ, എവിടെ അങ്ങനെ കറങ്ങി നടക്കും. കർക്കസ്ഥാനിയുടെ ഭയങ്കര ബഹളമല്ലേ ഇവിടെ. അവരെല്ലായിടത്തും കൊണ്ട് അക്കൗണ്ട് തുറക്കും. അത് എവിടെ നിന്നാണ്, ഇനി കൃപാസത്തിൽ നിന്നാണ്, ഇനി യുദാസൻ്റെക്ക് എന്നാണ്, അന്തോരിതരയ്ക്ക് എന്നാണ് അറിയത്തില്ല. അതുകൊണ്ട് എല്ലായിടത്തും കൊണ്ട് പണി വയ്ക്കും. എല്ലാവരും കൊണ്ട് നിങ്ങളുടെ പണിയുകയും ചെയ്യും. എന്താ കാര്യം? നിങ്ങൾ ഫ്രോഡാണെന്ന് ദൈവത്തിന് അറിയാം. അതാ വിഷയം. അത് യുദാസായാലും അന്തോരിസായാലും അമ്മയായാലും കാര്യം കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിലപാട് പ്രഗ്മാറ്റിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഫ്രോഡാണെന്ന് ദൈവം ബ്രാൻഡഡ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവത്തിരുസന്നിധി വരുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പ്രത്യേകിച്ച് ഉടമ്പടി നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു പ്രാർത്ഥനയല്ല, ബയലാട്ടറൽ എഗ്രിമെൻ്റാണ്, ദൈവമായിട്ട് എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ ആദ്യമേ ഡിക്ലെയർ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഉടമ്പടി എടുക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലോട്ട് എനിക്ക് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. പലരോടും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ ഉടമ്പടി വരുമ്പോൾ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയണം നീ. എന്താ കാര്യം? ഉടമ്പടി അവസാനത്തെ ഓപ്ഷനാണ്. എല്ലാം പരാജയപ്പെട്ട് കഴിയുമ്പോൾ, സമയവും നിന്നെ തോൽപ്പിച്ച് കഴിയുമ്പോഴാണ് നീ ഉടമ്പടിയിലോട്ട് വരണത്. ഉടമ്പടിയിലോട്ട് വന്നിട്ട് നിങ്ങൾ അവിടെ ഇവിടെയും പോയി ഡിപ്പെൻഡൻസി കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉടമ്പടിക്ക് അവിശ്വസ്തത വരും. നിങ്ങൾക്ക് വരികയൊക്കെ ചെയ്യാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. കാര്യം എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി ഒരു നിവൃത്തിയും ഇല്ലാത്തവൻ്റെ അവസാനത്തെ ഓപ്ഷനായിട്ടാണ് ഇത് വരണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഫുൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം. രോഗികളെ പോയി കാണുകയും അതുപോലെ തന്നെ വെയിലും മഴയും കൊണ്ടിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കുകയും ജനങ്ങൾക്ക് കർത്താവിനെ കൈമാറുകയും ചെയ്തുകൊണ്ട് ജീവിതം വ്രതമായിട്ടെടുക്കുക. അല്ലാതെ രാവിലെ എഴുന്നേറ്റൊരു പ്രാർത്ഥന, നീലത്തിരി കത്തിച്ച് രാത്രി ഒരു പ്രാർത്ഥന, അത്രയേ ഉള്ളൂ. അതല്ല, കുറച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അതൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നു, ഇപ്പം തന്നെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇവരൊന്നും കേൾക്കത്തില്ല. എന്നിട്ട് ഇവരെന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കും ഉടമ്പടിയിൽ. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ സ്വീകരിക്കാത്തത്. ഇയാളെ ഡിക്ലെയർ ചെയ്യണം. കണ്ടില്ലേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ഇനി ആരും അവശേഷിക്കണില്ല, ഞാൻ പൂർണ്ണമായി അങ്ങേ അവലംബം ചെയ്യുന്നു. അത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ പറയണത്. കുഞ്ഞുങ്ങളെന്താ പറയണത്? ഇനി അമ്മയേ ഉള്ളൂ. എന്നിട്ട് അമ്മയോട് ഇവർ പറയണ ഒരു എഗ്രിമെൻറ്റിലെത്തും. ഉടമ്പടിക്കുള്ള ഗുണമെന്ന് പറയണത് ദൈവവും നമ്മളും തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടിയല്ലേ. അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത് ഈ ദൈവമായിട്ട് കമ്മ്യൂണിക്കബിൾ ആവും ദൈവം. എന്ന് പറയാം, അമ്മേ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ തോറ്റപ്പെട്ട ആൾക്കാരെ പോലെ തോക്കുയർത്തി ഞങ്ങൾ സമ്മതിച്ചു. ഇനി അമ്മയാണ് ഞങ്ങളൊക്കെ രക്ഷിക്കേണ്ടത്. ഞങ്ങളൊരു കാര്യം ചെയ്യും. എന്താണ്? ഞങ്ങൾ 20 ക്വസ്റ്റ്യൻ ഉണ്ടാക്കും ഓരോ വിഷയത്തിനും. അമ്മയോട്ടൊരു ഡിസ്കസ് ചെയ്യണേ. ഞങ്ങൾ ഓരോ വിഷയത്തിനും 20 ക്വസ്റ്റ്യൻ വെച്ചുണ്ടാക്കും. ഞങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് അമ്മ അതിൽ നിന്ന് തന്നെ ചോദിപ്പിക്കണം. അതാണ് വിഷയം. അപ്പോൾ വിശ്വാസം കുറച്ചുകൂടി കടുത്ത രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത് പിള്ളേർ. എന്താ കാര്യം? ഞങ്ങൾ ഓരോ സബ്ജക്റ്റിനും 20 ക്വസ്റ്റ്യൻ വെച്ച് ഉണ്ടാക്കും. എന്നിട്ട് ഞങ്ങൾ ജയിക്കാനുള്ള മാർക്ക് ഞങ്ങൾ അമ്മയ്ക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ തന്നെ ചോദിപ്പിക്കണം. അതാണ് വിഷയം. അമ്മ കെട്ടിലാണ് പരിപാടിയാണ്. പക്ഷേ അവർ ആ രീതിയിലുള്ള ബന്ധത്തിലെത്തി. കറക്റ്റ് ഉടമ്പടിയിലാണ് അവർ. ഉടമ്പടിയിലാണോ ഇല്ലേ എന്ന് പറയുന്നത് ഈ ഡിപ്പെൻഡൻസി കൊണ്ട് അമ്മയോട് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു ബന്ധം ഉണ്ടാക്കാൻ നമ്മളാദ്യം. കുട്ടികൾ അതാണ് ചെയ്തത്. ആ ബന്ധം ഉണ്ടാക്കിയെടുത്ത് അവർക്കിപ്പോൾ അമ്മയോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഈ രീതിയിലാണ് അവർ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോണത്. അവരെന്നിട്ട് ഉപ്പില്ലേ, ഉപ്പ് കൊണ്ടുവന്ന് എന്നിട്ട് ഇവരുടെ കൂടെയുള്ളൊരു 10-23 പെന്തക്കോസ്ത പിള്ളേരുണ്ട് ആന്ധ്രയിൽ. ഇപ്പം നഴ്സുമാരെ പഠിക്കണേ. അവരോട് ഇന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾ 20 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇതിൽ നിന്ന് മാത്രമേ ഞങ്ങളോട് ചോദിപ്പിക്കത്തുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കി വെച്ചേക്കാൻ പറയും. ആ പെന്തക്കോസ്തുകാർക്കുണ്ട്, അമ്മ ഉണ്ട്, അവർക്ക് അറിയത്തില്ലല്ലേ. ഈ സഭകളിലുണ്ടാകുന്ന സഭകൾക്ക് അവർക്ക് അറിയാൻ പാലാത്ത കാര്യത്തിൽ അനുഭവമില്ലെന്നാണ് അവർ പറയണത്. അതിനാരും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അനുഭവമില്ലല്ലോ. ഈ ലൂർദായാലും ഫാത്തിമായാലും ഇതെല്ലാം പ്രത്യക്ഷപ്പെട്ടിരിക്കണം, എല്ലാം കത്തോലിക്ക മേഖലകളിലാണ് ഇതെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണം മുഴുവനും നടന്നിരിക്കണം. മുഴുവനും അംഗീകരിക്കണില്ല എന്നുണ്ടെങ്കിൽ അനുഭവം ഉണ്ടാകത്തില്ല ഒരിക്കലും. അപ്പോൾ അവർക്ക് ആ അനുഭവമില്ല. അവർ പറയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശ്വാസമില്ലെന്ന് പറയും.
അപ്പോൾ അവർ പറയും ഞങ്ങൾ അമ്മ തന്ന ചോദ്യങ്ങളൊന്നും നോക്കി വെക്കുക, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ ചോദ്യം കൊടുത്ത് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവർ ഉപ്പ് കൊണ്ടുപോയിട്ട് ഇവരുടെ സീറ്റിൽ, പരീക്ഷാ സീറ്റിലെല്ലാം വിതറും. ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് പരീക്ഷാ സീറ്റിലും വിതറും. എൻ്റെ വിഷയം, നിങ്ങളവർക്ക് കൃപാസനത്തിൽ ചെല്ലുമ്പോൾ ചിലർ പറയും ഒരു വിവരമില്ലാത്തമാർ കുറേ ആൾക്കാരുണ്ട്, അവർ അവിടെയൊക്കെ അന്ധവിശ്വാസം പഠിപ്പിക്കണമെന്ന് പറയും. അച്ഛന്മാരും കന്യാസിമാരും പറഞ്ഞിട്ടുണ്ട്. ഇത് എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഇതിനൊക്കെ ഉപ്പ് വെഞ്ചരിച്ച് കൊടുക്കുക. ഞാൻ നിങ്ങളൊന്ന് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഉടമ്പടിയിൽ എടുത്തിട്ട് സംസാരിക്കാൻ പറയും. അല്ലാതെ ഇവരോട് സംസാരിക്കേണ്ട കാര്യം എനിക്കെന്താ? നിങ്ങൾ ആദ്യം ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രോസസ്സിലൂടെ വാ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. രക്ഷയുടെ ദൈവം കൊടുത്തിരിക്കുന്ന ഫോർമുല അതാണ്. എന്താണ്? നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന്. അപ്പോൾ ഇത് നമ്മൾ പ്രഖ്യാപിക്കണം. എന്താ കാര്യം? ഇത് നോട്ട് ബൈ എൻ്റെ മെറിറ്റല്ല, നിൻ്റെ കഴിവ്. അതാണ് ഈ ഉപ്പ് വെഞ്ചരിച്ച് നമ്മൾ കൊണ്ടുപോയി. ഇപ്പോൾ ആ ഉപ്പ് വെഞ്ചരിച്ച് കൊണ്ടുപോയി അത് എന്ത് ഇടണം? അതിൻ്റെ ഒരു തരി ഇട്ടാൽ മതി. ആ കസേര ഇട്ടിട്ടാണ് ഇവർ ഇരിക്കണത്. എന്താ കാര്യം? ഞങ്ങൾ കൈപൊക്കി തോറ്റ് സമ്മതിക്കുന്നു, എൻ്റെ പഠനം കൊണ്ടോ എൻ്റെ ഓർമ്മശക്തി കൊണ്ടോ ഒന്നുമല്ല, അമ്മ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾ ജയിക്കാൻ പോകണമെന്ന് പ്രഖ്യാപിക്കാൻ. അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഈ ഉപ്പിടണത്. അല്ല ഉപ്പും പഞ്ചാരയും വെഞ്ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് ഭക്ഷണത്തിൽ രുചി കൂട്ടണ പോലുള്ള ഏർപ്പാടല്ല ഇത് മീഡിയമാണ്. എന്തിനാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള വചനത്തിൻ്റെ പ്രഖ്യാപനമാണിത്. അത് അറിയണം നിങ്ങൾ. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വേണം ഇത് ചെയ്യാനെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഇനി മെറിറ്റ് എനിക്കില്ല, ഇനി നിൻ്റെ ഗ്രേസിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആദ്യ ദിവസം തന്നെ ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ ജയിക്കാനുള്ള മാർക്ക് അമ്മ 20-ൽ 11 ഇവർ പഠിച്ചത് തന്നെ അമ്മ ചോദിപ്പിച്ച്. അതോടുകൂടി കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ജയിക്കാനും ബാക്കി മാർക്ക് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ തന്നെ പെന്തക്കോസ്തുകാർ ഇളകി. പിറ്റേ ദിവസം ഇവരോട് വന്ന് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. കാശുരൂപം തൊട്ട് പ്രാർത്ഥിക്കുകയും പിന്നെ എന്താണ് ഉപ്പ് മേടിച്ചുകൊണ്ട് പോയി. ഈ പരീക്ഷകൾക്കെല്ലാം 11 ചോദ്യം വെച്ച് അമ്മ ചോദിപ്പിച്ചിട്ടുണ്ട്. ഈ പരീക്ഷകൾക്കെല്ലാം ഇവിടെ വിജയശതമാനം എത്രയാണെന്ന് അറിയാമോ? ഇവർ അമ്മയോട് പറഞ്ഞത് ആവറേജ് മതി കേട്ടോ. അപ്പനും അമ്മയുടെ മുഖത്ത് നോക്കണമല്ല. ഇനി അതുങ്ങളെ കൊണ്ട് വേലയെടുപ്പ് നടുപിടിച്ച് ഇനിയും പഠിക്കാനുള്ള കാശ് വീട്ടിലില്ല. അതുകൊണ്ട് ആവറേജ് തന്നാൽ മതി, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ തല്ലിപ്പിടിച്ചോളാം. അമ്മ എല്ലാത്തിനും 45 മക്കൾക്കും ഡിസ്റ്റിങ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഉടമ്പടി നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ ബട്ട് ബൈ ഗ്രേസ്. ഇതിൻ്റെ അകത്ത് വരുന്ന വർക്കിംഗ് എന്ന് പറയണത് ഇവർ ഓരോരോ സമയത്തും ഈ നോട്ട് ബൈ മെറിറ്റ് പ്രഖ്യാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യം മെറിറ്റ് ലൂസ് ചെയ്തത് പ്രഖ്യാപിക്കാനുള്ളതാണ്. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയെ ബാങ്ക് മാനേജർ ലോൺ തരാമെന്ന് പറഞ്ഞ ആൾ പറയും, അയ്യോ പിറ്റേ ദിവസം ചിലവ് പറയും, സാറേ ബാങ്ക് ലോൺ അനുവദിച്ച് സാറ് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഏത് സാറ്? ഇന്ന സാറ്. അശോകനാ. അശോകൻ സ്ഥലം മാറിപ്പോയി എന്ന് പറയും. അയ്യോ എന്ന് പറയും. അതെന്താണ്? മെറിറ്റ് പോയതാണ് സംഭവം. നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യാൻ പോകണമെന്നാണ്. നീ അശോകനും തമ്മിലുള്ള ധാരണപ്പുറത്തല്ല നടക്കാൻ പോണത്, എൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ് ഇത് നടക്കാൻ പോകുന്നതിൻ്റെ അർത്ഥം. അതാണ് എൻ്റെ അത് വരുന്ന വിഷയം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഉടമ്പടി കാലത്ത് അടിക്കടി ചില സമയത്ത് ചില ട്രബിൾ സംഭവിക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിൻ്റെ മെറിറ്റ് ഡാമേജ് ആക്കി കളയുകയാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റിൽ അത് വർക്ക് ചെയ്യാൻ പോണത് നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഇനി സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ, ഉടമ്പടിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ സത്യസന്ധരാണ്, വിശ്വസ്തരാണെന്ന് ദൈവത്തിന് മനസ്സിലാകുന്നിടത്ത് വെച്ച് ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആവും. നമുക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാം നമുക്ക്. അതായത് പക്ഷേ നമ്മൾ സത്യസന്ധരായിരിക്കണം, ഉടായ്പ കാണിക്കരുത്. ആ ഉടമ്പടിയുടെ 90 ദിവസം വരെ കാര്യം കാണാൻ വേണ്ടി കഴുതക്കാലം പിടിക്കണ പോലെ കഴുതക്ക് പോലെ അമ്മയുടെ കാലക്കരി പിടിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് 13 ഉള്ളത്. അതുകൊണ്ടാണ് ഈ പഠിക്കിട്ടുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതം സെറ്റ് കവനൻറ്റ്, ലൈഫ് സെറ്റ് ദി കവനൻറ്റ്. ഇത് ഞാൻ കവനൻ്റൽ ലൈഫാണ് ഫോളോ ചെയ്യണത്. ആ ദൈവത്തിൻ്റെ ആനുകൂല്യം എന്ന് പറഞ്ഞതിനേക്കാളുപരി ദൈവം തന്നെയാണ് ഇതിൻ്റെ ആനുകൂല്യമെന്ന് ഞാൻ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോറ്റാലും ജയിച്ചാലും ഒരേ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കൂടെ വിശ്വസ്തയോടെ മുന്നേറും. ഈ മുന്നേറ്റം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെ വിശ്വാസമാകും. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആകണത്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയണതെല്ലാം ദൈവം കേൾക്കും, ദൈവം പറയണത് നമ്മൾ കേൾക്കും. ഇങ്ങനെ അങ്ങ് പോകുന്ന ലൈഫുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി. പുണ്യ എന്നും പറഞ്ഞ കുഞ്ഞ്, നിങ്ങൾ സാക്ഷ്യം കേട്ട് കാണാം, ഇട്ടിട്ടുണ്ട്, അപ്പിയരുണ്ട്.
അതായത് ഇവർ IAM-ൽ മെറിറ്റിൽ കയറിയ ആളാണ്. നിങ്ങൾക്കറിയാലോ IAM എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഭയങ്കര IAS പോലെ റാങ്കിലുള്ളതാണ്. കുറേ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്, ഇതുപോലെ ഈ ഫോറസ്റ്റിന് IFSR എന്നൊക്കെ പറയത്തല്ലേ. അപ്പം അതുപോലെ തന്നെയുള്ള സർവീസാണ് IAM. ഈ മാനേജ് ഇക്കണോമിക്, ഫൈനാൻസ്, ടാക്സേഷൻ ഇങ്ങനെയുള്ള മേഖലയിലാണ് ഇത്. മാനേജ്മെൻറ്റ് കോഴ്സാണിത്. ഇതിന് നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ തന്നെ അപ്പം തന്നെ ജോലി ഉറപ്പാകും. അപ്പോൾ IAM-ൽ കയറി പറയുന്നത് ഭയങ്കര പാടാണ്. കാര്യം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കാണ്. ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ കൊമേഴ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ സ്റ്റുഡൻ്റാണ് പുണ്യ. പക്ഷേ പുണ്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയെങ്കിലും പുണ്യയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IAM-ൽ പോകാനുള്ള കൊതിയുണ്ട്. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ കോമ്പറ്റീഷനാണ്. കാര്യം ഈ ഓൾ ഇന്ത്യ എക്സാമാണത്. ചിലപ്പോൾ 8 ലക്ഷം പേര് എഴുതും, ചിലപ്പോൾ 5 ലക്ഷം പേര് എഴുതും. മെറിറ്റ് സീറ്റ് പോലും 2500 ഉള്ളൂ. ഈ 3 ലക്ഷം പേര് എഴുതിയാലും 8 ലക്ഷം പേര് എഴുതിയാലും മെറിറ്റ് സീറ്റ് എന്ന് പറയണത്, യോഗ്യതയിൽ കയറണത് സീറ്റ് 2500 ഉള്ളൂ. അപ്പോൾ ഇന്ത്യ മുഴുവനുമുള്ള ആൾക്കാർ 8 ലക്ഷം ആൾക്കാർ 5 ലക്ഷം ആൾക്കാരായിട്ട് കോമ്പറ്റ് ചെയ്യാനാണ്. അതിൽ 2500 കയറി വരണം, പാടാണ്. അത്തരം ഇടിപെട്ട് ടെസ്റ്റുകളാണ് ഉള്ളത്. പക്ഷേ ഇവിടെ അതുകൊണ്ട് പുണ്യ പറയും, ഉടമ്പടി എടുത്തിട്ട് പറയാം, അമ്മ ഞാൻ അടുത്ത കൊല്ലം എഴുതാം, എനിക്കിപ്പോൾ തന്നെ ആംബിയർ ഇല്ലെന്ന് പറയും. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. എന്താണ്? അടുത്ത കൊല്ലം കാറ്റ് എക്സാമിനാണ് പോകേണ്ടത്. അതായത് അത് അടുത്ത കൊല്ലം എഴുതാം, എനിക്ക് ഒരു കൊല്ലം ഞാൻ പഠിച്ചിട്ട് അടുത്ത കൊല്ലം എഴുതാം. ഇപ്പോഴത്തെ അടുത്ത കൊല്ലം തന്നെ ഒക്കുമെന്ന് അറിയത്തില്ല, കാര്യം ഹൈ കോമ്പറ്റീഷൻ അല്ലേ ഈ സംഭവം. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഈ ഒരു കൊല്ലം വെറുതെ കളയണ എന്താ, എഴുതി നോക്കാമെന്ന് പറയും. ഒരു കൊല്ലം വെറുതെ കളയണ എന്താ, എഴുതി നോക്കാമെന്ന് പറയും. അങ്ങനെ IAM-ൽ പരീക്ഷയ്ക്ക് പോകും. IAM-ൽ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ 2 ആഴ്ച സംബന്ധിച്ചിടത്തോളം 2 ആഴ്ച ഈ ഇംഗ്ലീഷ് ഇവർക്ക് ഭയങ്കര ഫ്ലുവൻ്റാണ്. പക്ഷെ മാത്സിൻ്റെ അകത്ത് വരുമ്പോൾ വെള്ളം കുടിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്സ് എന്തുമാത്രം അവസാനം അത് തലക്കയറാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇവൾ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അമ്മയോട് പറയും, അമ്മ എൻ്റെ IAM ഓണർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ടിൽ എന്ന് പറയണത്. അമ്മ IAM ഓണർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിന് എന്നെ ബോധ്യപ്പെടുത്തുമെന്ന് പറയും. അമ്മ അവിടെ ഉണ്ടെന്നുള്ളതിനെ എന്നെ ബോധ്യപ്പെടുത്തുമെന്ന് പറയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോകണം. അമ്മ അവിടെ ഉണ്ട്, പരീക്ഷാ ഹോളിൽ ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമെന്ന് പറയും. അതിന് ഇവൾ 3 കണ്ടീഷൻസ് അമ്മയോട് വെക്കും. എന്താ വെക്കണം? ഒന്നാമത്തെ കണ്ടീഷൻസ്, എൻ്റെ ഇൻവിജിലേറ്റർ അമ്മയുടെ കളറിൽ ബ്ലൂവിൽ വരണം. പിന്നെ എൻ്റെ ബയോമെട്രിക്സിൽ എൻ്റെ ഇൻവിജിലേറ്റർ അയാൾ ഗ്രീനിൽ വരണം. എനിക്ക് അവിടെ തന്നെ കമ്പ്യൂട്ടർ 7 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാകണം. എങ്കിൽ ഈ പരീക്ഷ അമ്മ എഴുതുമെന്ന് ഞാൻ മനസ്സിലാക്കുമെന്ന് പറയും. ഇതാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. നിങ്ങൾ നോക്കിയാൽ ഉടമ്പടി എന്ത് റേഞ്ചാണെന്ന് നോക്കിയേ. ഇങ്ങനെ വളരുകയാണ് മനുഷ്യരെ. ഉടമ്പടി ഒപ്പം ദൈവമായിട്ട് വിളിപ്പുറത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്തിട്ട് ഇവരുടെ ടേംസിലേക്ക് അമ്മ വരണ ഭയങ്കര രസമാണ്. ഇവർ ചെല്ലുമ്പോൾ എക്സാം ഹോളിലോട്ട് ചിലപ്പോൾ തന്നെ ഇൻവിജിലേറ്റർ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലൂ കളറിലേക്ക് വരും. അതിൻ്റെ ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ബയോമെട്രിക്സ് ചെല്ലുമ്പോൾ അയാൾ ഗ്രീനിൽ ഇങ്ങോട്ട് വരും, ഗ്രീൻ ഷർട്ടൊക്കെ ഇട്ട് വരും. ഇനി കമ്പ്യൂട്ടർ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടർ എന്താ അവൾ 7 എന്നാണ് പറയണത്. 7 എന്ന് അവൾ പറഞ്ഞാൽ ഞാൻ 7 എന്ന് അമ്മയോട് പറയാൻ കാര്യം 7 അല്ലേ അമ്മയുടെ ഡേറ്റ്. അമ്മ പ്രത്യക്ഷപ്പെട്ടത് 7 അല്ലേ, അതാണ് വിഷയം. അതുകൊണ്ടാണ് എൻ്റെ കമ്പ്യൂട്ടറിൽ 7 നമ്പർ ഉണ്ടാകണം. അപ്പോൾ നോക്കി കമ്പ്യൂട്ടർ കൊടുത്തപ്പോൾ 1771 ഇത്രയും ക്ലിയറാണ്. പിന്നെ ഇവൾ പെട്ടെന്ന് എഴുതി ആ എല്ലാ കാര്യം പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ആ സ്വന്തം മെറിറ്റിൽ കയറിയിരിക്കുക. പെട്ടെന്ന് ആൾ ആദ്യമായിട്ടാണ് IAM-ന് ഈ ഉടമ്പടിയിലൂടെ മെറിറ്റിൽ വരുന്ന സാക്ഷ്യമുള്ളത്. അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷയത്തിനും കുട്ടികൾ എന്ത് ശ്രദ്ധാപൂർവമാണ് അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഒന്നാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വിഷയത്തിൽ ദൈവഭയത്തോടു കൂടിയാണ് പെരുമാറണത്. ഒക്കട്ടെ എന്ന് പറയത്തില്ലേ, അങ്ങനെ അല്ല, ഇത് ഒത്തേ മതിയാവത്തുള്ളൂ. അതുകൊണ്ട് ദൈവം ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇവർക്ക് നൽകുന്ന ഒരു സൂചന. അതായത് ഈ യോഹന്നാൻ 16:14 എടുത്തേ.
അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. കേൾക്കുന്ന മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഒന്ന് പറഞ്ഞ 16-14. ഒന്ന് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പൊ ഇത് ഈ പ്രൊവിഷൻ കിടക്കണതാണിത്. ഇതിന് സാധ്യതയുണ്ട്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ നേരത്തെ ദൈവം അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ചുകൊണ്ടാണ് ഇവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഉടമ്പടിയിൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നത് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ, പ്രേക്ഷിതരായി ജീവിക്കുമ്പോൾ, സുവിശേഷം കൈമാറാൻ വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം പാലിക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ ലെവലിൽ നമ്മളെ സഹായിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ പറയണത്. എന്താണ്? നീ ഇങ്ങനെ ചോദിക്കണം അമ്മയോട്. എങ്ങനെ ചോദിക്കണം? ഇൻവിജിലേറ്റർ ബ്ലൂവിൽ വരണം. നീ ഇങ്ങനെ ചോദിക്കണം അമ്മയോട്. എന്താണ്? നിൻ്റെ ബയോമെട്രിക്സ് ഗ്രീനിൽ വരണം. നീ ഇങ്ങനെ ചോദിക്കണം അമ്മയോട്. 7 ചേർത്ത് കമ്പ്യൂട്ടർ തരണം. പരിശുദ്ധാത്മാവാണ് ഇവിടെ ഉള്ളിൽ തോന്നിക്കണത്. അത് തന്നെ മറ്റേ കുഞ്ഞുങ്ങൾ തോന്നുന്നത്. വരാൻ പോകുന്ന പരീക്ഷകൾ ഞങ്ങൾ ഇത്ര ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും. എന്താ കാര്യം? അതിനുള്ള പ്രൊവിഷനുണ്ട്. ഇതൊരു വാഗ്ദാനമാണ്, അല്ലേ? വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാനുള്ള വാഗ്ദാനമാണ്. ഇതെന്താണ്? ഇത് 2 കൊരിന്ത്യർ 1:20 എന്താണ്? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേം തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ, മാതാവിൻ്റെ മധ്യസ്ഥ ക്രിസ്തുവോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ തരും. കമ്പ്യൂട്ടറിന് നമ്പർ വരെ കൊടുത്തിരിക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആയിട്ട് വരണതാണ്. ഇത് ഉടമ്പടിയുടെ റേഞ്ചാണ്. ശരിക്കും ഒരു പുതിയ മാനങ്ങളിലേക്കും ദൈവത്തിനെക്കുറിച്ചുള്ള ആ ഒരു ജ്ഞാനവരങ്ങളിലേക്കും അനുഭവജ്ഞാനത്തിലേക്കും പുതിയ ആത്മീയ അനുഭവത്തിൻ്റെ പുതിയ തലമുറകളിലേക്ക് ഉടമ്പടി തലമുറ പ്രവേശിക്കുകയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസപ്രമാണത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഉച്ചമുള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആമാശയ രോഗങ്ങൾ, കുടരോഗങ്ങൾ, കുടലത്തടിപ്പുകൾ, കുടലിടിയുന്ന ആമാശയം ഇടിയുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥിക്കുഴകൾ, അസ്ഥിസന്ധികൾ, അസ്ഥി ദ്രവിക്കുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ശരീരം വരഞ്ഞു വരഞ്ഞു വരുന്ന അവസ്ഥകൾ, ത്വക്കുകൾ വരഞ്ഞു വരഞ്ഞു വരുന്ന അവസ്ഥകൾ, സോറിയാസിസ് രോഗങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, സിസ്റ്റുകൾ, ചിരങ്ങുകൾ, തൊലിയുടെ നിറവ്യത്യാസങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെടട്ടെ. തൊണ്ടയുടെ മുഴകൾ ഈശോയുടെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. സ്പോണ്ടിലോസിസ് രോഗികൾ കർത്താവിൻ്റെ തിരുമുറിവാടുന്ന വലതുകരം പിൻകഴുത്തിൽ വെക്കട്ടെ. കർത്താവിന് തിരുമുറിവാടുന്ന വലതുകരം പിൻകഴുത്തിൽ വെക്കട്ടെ. സ്പൈനൽ കോഡിൻ്റെ രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായ നാമം സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരമാസകല നീരിൻ്റെ മൂലകാരണങ്ങൾ യേശുവിൻ്റെ നാമം സൗഖ്യപ്പെടട്ടെ. കിഡ്നി രോഗികൾ, കരരോഗികൾ, ഹൃദയരോഗികൾ, പാൻക്രിയാസ് രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ജീവനേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജോലി അന്വേഷിക്കുന്നവര്, ആർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവ് വിഷയത്തിൽ ഇടപെടും. ജോലി നഷ്ടപ്പെട്ടവരെ, നഷ്ടപ്പെട്ട ജോലിയിൽ തന്നെ പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. വീട് ഇല്ലാത്തവര്, വീട് സ്ഥലവുമില്ലാത്തവര്, ഭവന നിർമ്മാണത്തിന് അടുത്ത മാസം കെട്ടിയിട്ടിരിക്കുന്നവർ, മുകളിലോട്ട് പണിയാൻ വേണ്ടി തടസ്സങ്ങളുള്ളവർ, സാമ്പത്തിക തടസ്സം, നിയമപരമായ തടസ്സം, പലതര തടസ്സം അനുഭവിക്കുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി ഓരോരോ രേഖകൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവർ, പല എതിർപ്പുകളും തടസ്സങ്ങളും ഓഫീസ് ലെവലിൽ നിന്നും ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും അനുഭവിക്കുന്നവർ, പിരിഞ്ഞുപോയ മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, അവർ വീണ്ടും ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, അത് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഭാഗോടമ്പടികൾ, കോടതി കേസുകൾ, സ്ഥലസംബന്ധമായ കേസുകൾ, അതിലെല്ലാം വല്ലാത്ത വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവർ, ജീവിതം ഇങ്ങനെ നിന്ന് നിലച്ചു പോയവർ, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിതം നിലച്ചു പോയവർ, മനസ്സുകൊണ്ട് നിലച്ചു പോയവർ, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല, ഒരു ഐഡിയ പോലും, ആശയം പോലും കിട്ടാതിരിക്കുന്നവർ, ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, അതിനുവേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നവർ, സമ്പത്ത് അന്യായമായിട്ട് അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്തവർ, ചില വസ്തുക്കൾ നിലമായി കിടക്കുന്നത് പുരയിടമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നവർ, പല വ്യക്തികൾ എല്ലാം വട്ടം ചവിട്ടി ഒന്നും നടക്കാത്ത രീതിയിലാക്കിയിരിക്കുന്നവർ, കുടുംബത്തിൽ പരസ്പര സ്നേഹമില്ലാതെ പരസ്പരം പഴിചാരിക്കൊണ്ട് ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ ദുർവിധിയാണെന്ന രീതിയിൽ മനസ്സിടിഞ്ഞു പോയവർ, ഇവിടെ വരെല്ലാം കർത്താവിൻ്റെ ശക്തി അതിശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഇവരെ പരമേൽപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത ദുരിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ അൾത്താരെ നടന്ന 10,000കണക്കിന് ആരാധന ശക്തിയാൽ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ നിന്റെ മുഴുവൻ തടസ്സങ്ങൾ, സ്കൂളിന് അഡ്മിഷൻ കിട്ടാനുള്ള തടസ്സങ്ങൾ, പരീക്ഷയ്ക്ക് ഉന്നതമായ വിജയം കൈവരിക്കാനുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, അഡ്മിഷന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, അതുപോലെ സ്കൂളിൻ്റെ തന്നെ പെർമിഷൻ കിട്ടാൻ വേണ്ടി പ്രയാസമുള്ളവർ, ക്ലാസ് റൂമിൻ്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടി പ്രയാസമുള്ളവർ, പല തരത്തിലുള്ള ഹൗസിന് നമ്പർ കിട്ടാത്തവർ, ഇങ്ങനെ എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിലെ മാർഗ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് നാമത്തിൽ ആരാധനയിലൂടെ വീണ്ടും മാറ്റപ്പെടണമേ. ആരാധന. ഹല്ലേലൂയ. മുട്ടനിക്ക മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഓൺലൈനിലുള്ളവരും ഇപ്പോൾ പ്രാർത്ഥിക്കുക.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 4:16 തിരുവചനമനുസരിച്ച് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യാശയുടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ പ്രത്യാശയോടുകൂടി നമുക്ക് സമീപിക്കാം. ദൈവമാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം ഈ സമയം നമുക്ക് യാചിക്കാം. തക്ക സമയത്ത് ദൈവമാതാവ് പുത്രനോട് പറഞ്ഞ് നമ്മുടെ വിഷയങ്ങളിൽ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി ഈ അൾത്താരയിൽ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. Ave Maria,